കുരിശുകളിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിലെ ഇന്നത്തെ ധ്യാനം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു. ക്രൂശിങ്കിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ എളിമയും ക്രിസ്തുവിൻ്റെ താഴ്മയും, പുത്രനാം ക്രിസ്തുവിൻ്റെ താഴ്മ, പുത്രനാം ക്രിസ്തുവിൻ്റെ എളിമ, രാജാതിരാജാവും കർത്താതി കർത്താവും സർവസൃഷ്ടിക്കും കാരണഭൂതനുമായ ദൈവം തമ്പുരാൻ, ആ കർത്താവിൻ്റെ താഴ്മയാണ് നാം കാണുന്നത്. ഹ്യൂമിലിറ്റി ഇസ് ദി ഹയസ്റ്റ് വെർച്യു. എളിമ, താഴ്മ എന്നുള്ളത് സ്വയം നിലയില്ലാത്തവരുടേതല്ല. എളിമയും താഴ്മയുമാണ് കുരിശിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അഹന്തയും ഗരിമയും പലതരത്തിൽ നമ്മളിലേക്ക് വരാം. അറിവിൻ്റെ അഹന്ത, അധികാരത്തിൻ്റെ അഹന്ത, സൗന്ദര്യത്തിൻ്റെ അഹന്ത, പ്രായത്തിൻ്റെ അഹന്ത, ദേശത്തിൻ്റെ അഹന്ത, അനുഭവ പരിചയത്തിൻ്റെ അഹന്ത, കഴിവുകളുടെ അഹന്ത, സമ്പാദ്യത്തിൻ്റെ അഹന്ത. ഇതൊക്കെ ഓരോ കാലത്തും നമ്മളിലേക്ക് വരാം. ആ ഓരോ കാലത്തും ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ എളിമയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് മഹത്വം നൽകുന്ന, ജീവിതത്തെ ദൈവത്തിൻ്റെ ദാനമെന്ന് ഓർക്കുന്ന, ദൈവത്തിൻ്റെ കരുതലിനെ ഏറ്റുപറയുന്ന, സുവിശേഷത്തെ മാനിക്കുന്ന, ദൈവമാണ് എല്ലാത്തിനും ഉടയവനെന്ന തിരിച്ചറിവുള്ള, ജീവിതത്തിലുള്ളതെല്ലാം അറിവും അധികാരവും സൗന്ദര്യവും എല്ലാം താൽക്കാലികം മാത്രമെന്ന് തിരിച്ചറിയുന്ന, ക്രിസ്തുവിൻ്റെ തേജസ്സിലേക്ക് നോക്കുന്ന, കുരിശിലേക്ക് നോക്കുന്ന, കുരിശിലെ ക്രിസ്തുവിൻ്റെ എളിമയെ ധ്യാനിക്കുന്ന ഈ നോമ്പുകാലത്ത് ക്രിസ്തുവിൻ്റെ എളിമയും താഴ്മയും സർവത്തിന്മേലും വ്യാപരിക്കട്ടെ. വിനയത്തോടും വിവേകത്തോടും കൂടെ ജീവിപ്പാൻ സാധിക്കുന്ന കാലമാക്കി നമ്മെ തീർക്കുന്നത് കുരിശാണ്. ഉണ്ടെന്ന് തോന്നുന്നതെല്ലാം നശ്വരമാണെന്നും എല്ലാത്തിനും ഉടമസ്ഥൻ ദൈവമാണെന്നും ഉള്ള തിരിച്ചറിവ് ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. തൻ്റെ സ്വരൂപം മുറുകെ പിടിക്കാതെ അവൻ ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി. അത് ഏവർക്കും പാഠം. ഹ്യൂമിലിറ്റി ഈസ് ദ വേ ഓഫ് ദി ക്രോസ്.